നമ്മുടെ പുതിയ വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് സോത്തുട്ടി നേരത്തെ എണീറ്റിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളത് കറണ്ട് പോക്കും വരവൊക്കെ കാരണം ചോറ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ചായ വെച്ചിട്ടുണ്ട്. ഇനി ഞങ്ങൾക്ക് ചായ കുടിക്കണം, പിന്നെ ബാക്കി പരിപാടികൾ ചെയ്യണം കേട്ടോ. അപ്പോൾ സമയം 7:30 ആയിട്ടുണ്ട് കേട്ടോ. ഒന്ന് നേരം വൈകിട്ട് എണീറ്റതും അല്ലേ? എന്നിട്ട് കാണിക്കണേ എന്താ അത്? സ്പൈഡർമാൻ്റെ വല വിരിച്ചേ എനിക്ക് അങ്ങനെ വിരിക്കുക സ്പൈഡർമാൻ്റെ വല. ഞങ്ങൾ ചായ കുടിച്ചിട്ട് വരാം കേട്ടോ. ചായ കുടിച്ചിട്ട് ബാക്കി പരിപാടികൾ ചെയ്യാം. അപ്പം നമ്മുടെ ഇന്നത്തെ രാവിലത്തെ പണികളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ കാണാൻ ഇഷ്ടമുള്ളവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക ഒക്കെ ചെയ്യാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അല്ലേ തോത്തിട്ടിയാ? പണികൾ ചെയ്യാം. അപ്പം ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടി പോവാം കേട്ടോ. കട്ടൻ ചായയാണ് വെച്ചാൽ ചായ പോവില്ലേ? അപ്പൊ ഞാൻ എനിക്ക് സ്വത്തൊട്ടിക്കും ഒരു കപ്പിലാക്കി എടുക്കുന്നത്. ഗെയിം കളിച്ചിട്ട് ചേട്ടന്മാരൊക്കെ കൂട്ടിത്തെറിച്ച് പോവാല്ലേ? കാലൊടിയും. ബോംബ് ഫോൺ എടുക്കാൻ പാടില്ല പിള്ളേര്, പൊട്ടിത്തെറിക്കും. അച്ഛന്റെ ഫോൺ കണ്ടില്ലേ പൊട്ടിയത്? ബോംബ് വന്നില്ലേ? ബോംബ് വന്നില്ല. സുത്തടിക്ക് ചായ ഇഷ്ടമല്ല കേട്ടോ. സുത്തടിക്ക് അങ്ങനെ ചായ കൊടുക്കാറില്ല. അയ്യോ, ഇന്ന് എന്ത് സ്വത്തടി അംഗൻവാടി കൊണ്ടുപോവാ? എന്തിനും കൊണ്ടുപോവാ? ഒന്നും വേണ്ടേ? ചായ കുടിച്ചു. അപ്പൊ വയറ്റിൽ നിന്നൊക്കെ പൊക്കോളും പറയണം. കുറച്ച് കുടിക്കേ. അപ്പോ ഇനി ഞങ്ങൾക്ക് വേണ്ട, നിക്കാമ പറഞ്ഞിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ ഇനി ഞങ്ങൾക്ക് കറി വയ്ക്കണം, ഉപ്പേരി വയ്ക്കണം, പിന്നെ ഒരു സലാഡ് ഉണ്ടാക്കണം, അച്ചാർ ഉണ്ടാക്കണം. അതൊക്കെയാണ് രാവിലത്തെ പരിപാടികൾ കേട്ടോ. പലഹാരങ്ങളൊന്നും ഉണ്ടാക്കണമെന്നില്ല. അപ്പോൾ ഇനി എന്തായാലും ഒരു 10-10:30 ആകുമ്പോൾ അംഗൻവാടിയിൽ എത്തിയാൽ മതി. ഇവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ. പിള്ളേരൊക്കെ ആ സമയമൊക്കെ ആവും വരാൻ. അപ്പോൾ നമ്മൾ നേരത്തെ പോകാറുണ്ട്. പക്ഷെ പിള്ളേരൊന്നും ഇല്ലാത്ത കാരണം ഒരു സമാധാനം ഉണ്ടാവാറില്ല. ഇന്നലെ തന്നെ ഞാൻ കഷ്ണങ്ങളൊക്കെ നുറുക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് രാവിലെ എളുപ്പത്തിൽ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് നമ്മുടെ നെല്ലിക്കയാണ്. ഇത് 2-3 ദിവസമായിട്ടോ ഫ്രിഡ്ജിൽ വെച്ച കാരണം ഇങ്ങനെ കറുത്ത കളറൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതേ നമ്മുടെ കറികൾക്കുള്ള ആവശ്യത്തിനുള്ള സവോളയും വെളുത്തുള്ളി കയ്പ്പയ്ക്ക അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ സാമ്പാറിനുള്ള കൂട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ അച്ചാറുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കൂട്ട് കേട്ടോ. പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇതൊക്കെ ഇന്നലെ തന്നെ ഞാൻ രാത്രി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഓരോന്നായിട്ട് ചെയ്യണമെന്ന്. എത്ര ലേറ്റ് ആവുമെന്ന് വിചാരിച്ചല്ല കേട്ടോ. ഇനിയിപ്പോൾ എന്തായാലും വർത്താനം പറയാൻ നിൽക്കാണ്ട് കാര്യങ്ങളിലേക്ക് അങ്ങോട്ട് കിടക്കാം. ഇനി നമുക്ക് ചോറ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. തൊട്ടിക്ക് ഇനി ചെറിയ കഞ്ഞി വയ്ക്കണം. ഇനി നമുക്ക് സാമ്പാർ വയ്ക്കാനായിട്ട് നോക്കാം കേട്ടോ. ഇവിടെ സാമ്പാർ വെക്കാൻ വേണ്ടി പോവുകയാണ്. ഞാനിതിലിതേ തക്കാളിയും സബോളയും പച്ചമുളകും എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വെള്ളവും കുറച്ച് പരിപ്പാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അംഗൻവാടി പോകണം. കുറച്ച് കഴിഞ്ഞിട്ട് പോണ്ടേ? അംഗൻവാടി പോവാ കുറേ കഴിഞ്ഞിട്ട് കേട്ടാ. ഇപ്പം പോണ്ട, കുറേ കഴിഞ്ഞിട്ട് പോവാ കേട്ടാ. നമുക്കിതിലോട്ട് ആവശ്യത്തിനുള്ള പൊടികൾ ചേർക്കാം കേട്ടോ. പുളി പിഴിഞ്ഞ് ഒഴിക്കാനുള്ള പുളിയില്ല, പുളി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പം നമുക്കിതിലോട്ട് ഇനി പൊടികളിട്ടിട്ട് അടുപ്പത്ത് വയ്ക്കാം. അപ്പം അതിലേത് നമ്മൾ സാമ്പാർ പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കതിൽ ആവശ്യത്തിന് ഉപ്പും കൂടി ഇടാം കേട്ടോ. ചില സമയത്തൊക്കെ ഞാൻ ഇങ്ങനെ തന്നെയാണ് സാമ്പാർ വയ്ക്കാറ് കേട്ടോ. പുളിയൊന്നും ഇല്ലെങ്കിൽ തക്കാളി ഉണ്ടല്ലോ, അപ്പോൾ ആവശ്യത്തിന് പുളി ഇതിലുണ്ടായിരിക്കും. അത് നമ്മൾ ഉപ്പ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കത് അടച്ചിട്ട് വേവിക്കാനായിട്ട് വയ്ക്കാം.
സ്വത്തൊട്ടി ഇവിടെ ഭയങ്കര തിരക്കിലാണ് കേട്ടോ. പാത്രങ്ങൾ എടുത്തിട്ട് ഭയങ്കര കളിയാണ്. അതാണ് ഒച്ചയും ബഹളമൊക്കെ. ഇപ്പം വീണേനെ. ഇനി നമുക്കിതേ കൈപ്പയ്ക്ക് ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. കൈപ്പയ്ക്ക് ഉപ്പേരി വയ്ക്കാൻ. അപ്പോൾ അതൊന്ന് തിളച്ച് ഇതിൻ്റെ കട്ടൊക്കെ ഒന്ന് ഊറ്റി കളയണം. അപ്പോൾ അത് നമുക്ക് മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. നല്ല കഴുകിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം ഒന്ന് കഴുകിയെടുക്കാം. അപ്പം എന്നിട്ട് കാണിക്കണേ പിന്നെ കഴുകിയിട്ടില്ല. അതൊക്കെ എഴുകണം, നമുക്ക് എഴുകണം. ഇന്ന് പണികളൊന്നും ശരിയായിട്ടില്ല. പിന്നെ ഇതോ കയ്യിലോ ഇവിടെ കൈപ്പയ്ക്ക വേവിക്കാനായിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് തീ കത്തിച്ചിട്ട് നമുക്ക് അടുപ്പത്ത് വെക്കാം. അപ്പോൾ അതും അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് അച്ചാറുണ്ടാക്കാം കേട്ടോ. നെല്ലിക്ക കുറേ ദിവസമായി ഞാൻ അരിഞ്ഞു വെച്ചിട്ട്. ഇനി അത് വെച്ചിട്ടില്ലെങ്കിൽ നെല്ലിക്ക കേട് വന്ന് പോവുള്ളൂ. അപ്പോൾ അത് കാരണം ഈ അച്ചാറുണ്ടാക്കാം. ഞാനിത് അച്ചാറിന് വേണ്ടിയിട്ട് 2-3 ദിവസമായിട്ട് അരിഞ്ഞു വെച്ചിട്ട്. പക്ഷെ അത് എന്താണെന്നറിയില്ല, കറുപ്പ് കളർ കേടി വെക്കണോണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ കാണുന്നത്. ഇത് എന്തിട്ടാണ് ഇങ്ങനെയെന്ന് അറിയില്ല. ചിലപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടായിരിക്കും. പിന്നെ ഞാൻ ഇവിടെ അച്ചാറിനുള്ള സംഭവങ്ങളൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ. ചട്ടിയൊക്കെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം നമുക്ക്. ഇവിടെ ഗംഭീര കളികളിലാണ് കേട്ടോ. ഇന്ന് ടിവിയും ഫോണും ഒന്നും കൊടുക്കുന്നില്ല. ആളങ്ങനെ അഡിക്റ്റഡ് ഒന്നുമല്ല കേട്ടോ. അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കും. പണികളാണെങ്കിൽ ഇവിടെ ഇഷ്ടം പോലെയുണ്ട്. കുക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് വേണം ഇവിടേക്ക് ഒന്ന് ക്ലീൻ ആക്കാം കേട്ടോ. സ്വത്തട്ടി ഇവിടെ ഭയങ്കര കളിയിലാണ്. സ്വത്തട്ടി കളിക്കുക. എന്തിട്ട് ചെയ്യുന്നേ? എന്ത് കളിയാണ് കളിക്കുന്നേ? കൂട്ടാൻ വെച്ച് കളിക്കുക. എങ്ങനെ ഊരിയ ചായ കുടിക്കേ ചായ കുടിക്കടാ. അപ്പം നമ്മുടെ 3 ഐറ്റം അതേ നേരം തന്നെ അടുപ്പത്തുണ്ട് കേട്ടോ. അപ്പം ഇനി സാമ്പാർ ആവാറായിട്ടുണ്ട്. വിസിൽ വരാറായിട്ടുണ്ട്. നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് എല്ലാം കുക്ക് ചെയ്യുന്നത് കേട്ടോ. അപ്പം നമ്മുടെ സാമ്പാർ ഇവിടെ വന്നിട്ടുണ്ട്. ഞാൻ 1 വിസിൽ അടുപ്പിക്കാറുള്ളൂ കേട്ടോ. 2 വിസിലൊക്കെ അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സാമ്പാർ ചമ്മന്തി ആയി പോകും. അപ്പോൾ അത് എണ്ണ ഇതാ ചെറുതായിട്ട് ചൂടായി വരുന്നുണ്ട്. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇനി കടുക് ഇട്ട് കൊടുക്കാം. വലിയ ആർഭാടമുള്ള അച്ചാറൊന്നുമല്ല, നമ്മളുള്ള സാധനങ്ങൾ വെച്ചിട്ടുണ്ടാക്കുന്നതാണ് കേട്ടോ. അപ്പോൾ സാമ്പാർ ഇതേ വിസിലടിച്ച് ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇനി അച്ചാറാണ് അടുത്താവാൻ പോകുന്നത്. മുളകില്ല കേട്ടോ. അപ്പം ഞാനിതാ നമ്മുടെ അരിഞ്ഞു വെച്ചിട്ടുള്ള പച്ചമുളക്, ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒരുമിച്ച് ഇടുകയാണ് കേട്ടോ. ഇത് ഒരുമിച്ച് ഇട്ടാലും വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമ്മൾ നോക്കിയാൽ മതി കേട്ടോ. അതൊന്ന് ശരിക്കൊന്ന് അതിൻ്റെ സ്മെല്ലൊക്കെ ശരിക്കും ഇതിലേക്ക് ആവണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. തീ ഭയങ്കര കൂടുതൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് മൊത്തം കരിഞ്ഞു പോവുള്ളൂ കേട്ടോ. അപ്പോൾ അത് കാരണം നമുക്ക് മെല്ലെ മെല്ലെ ഇങ്ങനെ ഇളക്കിയിട്ട് അത് ഒരുമിച്ച് നമുക്ക് ഒരേ ഭാഗത്തിനായിട്ട് മാറ്റിയെടുക്കാൻ പറ്റും. തീ എപ്പോഴും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ കുക്ക് ചെയ്യാൻ കേട്ടോ. ചായ കുടിക്കുന്നുണ്ട്. സ്വത്തിന് വേണ്ട ചായ? സ്വത്ത് ചായ കുടി കുറവാണ്. സ്വത്തിന് 2 വായ കുടിക്കുള്ളൂ. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി കഞ്ഞിയെ കൊടുക്കുള്ളൂ കേട്ടോ. ഇന്ന് ഭയങ്കര വൃത്തികേടായിട്ടാണ് അടുക്കളയൊക്കെ കിടക്കുന്നത് കേട്ടോ. നേരത്തെ എണീക്കാന്ന് വിചാരിച്ച് പക്ഷെ കിടന്നപ്പോൾ നേരം വൈകിട്ടാണ്. ഉറക്കം വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പം അത് കാരണം നേരം വൈകിട്ടാണ് കിടന്നത്. സുത്തട്ട് ഭയങ്കര കളിയിലാണ് കേട്ടോ. എന്ന് ഭാഗ്യത്തിന് ഫോണും ഒന്നും ചോദിച്ചില്ല. ആളങ്ങനെ വലിയ അഡിക്റ്റഡ് ഒന്നല്ല കേട്ടോ. ഞാനായിട്ട് വെച്ച് കൊടുക്കുന്നതാണ് ഇവിടെ.
സൂപ്പർ ആയിണ്ട് പിന്നെ ഒന്നും പൊട്ടാത്ത പാത്രങ്ങളായ കാരണം രക്ഷപ്പെട്ടു സ്വത്ത്. സ്വത്തൊട്ടി ചെറുപ്പം മുതലേ സ്വത്തൊട്ടിക്ക് പഴയ ചേരക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ, ഭയങ്കര ഇഷ്ടമാണ് അവന്. പക്ഷെ അങ്ങനെ പഠിപ്പിക്കുന്നില്ല, പക്ഷെ നമ്മളില്ലാണ്ടായി കഴിഞ്ഞാൽ അവനും ജീവിക്കണ്ടേ, അത് കാരണം ജസ്റ്റ് പഠിപ്പിക്കില്ല, ഇങ്ങനെ വന്ന് ചെയ്യുന്നതാണ്. അതൊക്കെ അവൻ ഓരോന്നും ചെയ്യുന്നതാണ് കേട്ടോ. അയ്യോ നമ്മുടെ മുളകൊക്കെ ആയിട്ടുണ്ടായിരിക്കും കേട്ടോ. അപ്പം നമ്മുടെ ദേ ആയിട്ടില്ല, കുറച്ചും കൂടി ആവട്ടെ. ആ വെളുത്തുള്ളിയൊക്കെ ഒരു യെല്ലോയിഷ് കളറായി വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിതിൽ പൊടികൾ ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ അതിൽ അങ്ങനെ വലിയ പൊടികളൊന്നും ഇട്ട് കൊടുക്കുന്നില്ല, അച്ചാർ പൊടി മേടിച്ചിട്ടുണ്ട്, അപ്പോൾ അത് മാത്രമാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അച്ചാർ പൊടി മാത്രം ഇട്ടാലും നല്ല ടേസ്റ്റുള്ള അച്ചാറുണ്ടാവും. അല്ലെങ്കിൽ ഈ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, പിന്നെ കായപ്പൊടി അങ്ങനെയൊക്കെ ഇട്ടിട്ട് നമുക്ക് ഉണ്ടാക്കാം. ഞാനിപ്പോൾ എളുപ്പപ്പണി ചെയ്യുന്നത് ഈ അച്ചാർ പൊടി വാങ്ങിച്ചിട്ട് ഇടലാണ് കേട്ടോ. പിന്നെ കളറിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് കാശ്മീരി മുളക് പൊടി ഇടാം, അങ്ങനെയൊക്കെ ചെയ്യാം. ഇവിടെ ബ്രാഹ്മിൻസിൻ്റെ പിക്കൽ പൗഡറാണ് കേട്ടോ എടുക്കുന്നത്. പല കമ്പനിയും ഇവിടെ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ, ഇന്ന കമ്പനി ഒന്നുമില്ല. അപ്പോൾ ഇത് കുറച്ച് ദിവസമായി മേടിച്ച് വെച്ചിട്ട് ഇടയിൽ നമുക്ക് ഈ സാധനങ്ങളൊക്കെ ഒന്ന് ഒതുക്കി വയ്ക്കാം. ഇതിനി പൗഡർ സാമ്പാർ പൗഡറാണ്, അതിനി കൂട്ടാൻ വറുത്തിടുമ്പോൾ ആവശ്യമായിട്ട് വരും. അപ്പോൾ അതവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് കഴുകണം, ഇത് കഴുകണം. പാത്രങ്ങളിൽ നിന്ന് ഇഷ്ടം പോലെ കഴുകാനുണ്ട് കേട്ടോ. കഴുകാനുള്ള പാത്രമാണ് സ്വത്തൊട്ടി കളിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താ പിന്നെ അയ്യോ വെള്ളം നിറച്ചിണ്ടാ, വെള്ളം ഇങ്ങോട്ട് താഴെ പോവില്ല, ഇവിടെ താഴെ പോവും. അപ്പോൾ വഴിക്ക് വീഴുമ്പോൾ അമ്മി സ്വത്തന്നെ വീഴാട്ടാ. വെള്ളം കളയുന്നിട്ട് കളിച്ചോ, വെള്ളം കളഞ്ഞിട്ട്. സാമ്പാറാ എന്തിന്? സ്വത്ത് വലുതായിട്ട് സാമ്പാറൊക്കെ വെക്കാട്ടാ. മുളക് പൊടി ഉണ്ടായാലും മുളക് പൊടി കണ്ണ് നീറും. വേറെയാ? വേറെ എന്തിട്ടാ? മുളക് മഞ്ഞപ്പൊടി. അപ്പം നമുക്ക് കൂട്ടാൻ വയ്ക്ക് വേണ്ടേ? ആകെ തന്നെ നമ്മൾ അമ്മ ഒരാഴ്ചത്തേക്കുള്ള സാധനം. അമ്മയുടെ അച്ചാറാക്കട്ടെ കേട്ടോ. അപ്പം നമ്മുടെ ഉള്ളിത ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ചെറുതായിട്ട് കരിഞ്ഞ ദൈവമേ, ചെറുതായിട്ടൊന്ന് ഇതായിട്ടുണ്ട്. ഇളക്കാത്തതിൻ്റെ പ്രശ്നമുണ്ട്. അവിടെ വർത്താനം പറഞ്ഞൊന്ന് പോയി. ഇത് നമുക്ക് അതിലോട്ട് ഇതാ നമ്മുടെ അച്ചാർ പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. എനിക്ക് കുറച്ച് നെല്ലിക്കല്ലേ ഉള്ളൂ, അത് കാരണം ഞാൻ കുറച്ച് ഇടുന്നുള്ളൂ. എന്നിട്ട് അത് നന്നായിട്ട് ഇളക്കുക. എന്നിട്ട് നമുക്കിതിലോട്ട് കുറച്ച് വെള്ളം ഒഴിക്കാം കേട്ടോ. ചൂടുവെള്ളം ഉണ്ടെങ്കിൽ ചൂടുവെള്ളം ഒഴിക്കാം. ഞാനിവിടെ നെല്ലിക്ക വേവിച്ചിട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഒത്തിരി വെള്ളം ഒഴിച്ചിട്ട് നെല്ലിക്ക അതിൽ കിടന്നിട്ട് വേവണം കുറച്ച് നേരം. അപ്പോൾ കുറച്ചധികം വെള്ളം ഒഴിക്കാം. നമുക്കിതിലോട്ട് വെള്ളം ഒഴിക്കാം കേട്ടോ. കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. കുറച്ച് നെല്ലിക്കല്ലേ ഉള്ളൂ, കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കയ്പ്പയ്ക്ക് ഇവിടെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കാം. മതി, ഇത്ര മതി. ഇനി തിളയ്ക്കണം. ആവശ്യത്തിന് ഇതിലിനി ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണ്ട്. വിനീഗർ കഴിയാറായിട്ടോ. ഇത് കുറേ 5-6 മാസമൊക്കെ മേടിച്ച് വെച്ചിട്ട് നമ്മൾ അങ്ങനെ അച്ചാറൊന്നും ഉണ്ടാക്കാറില്ല. ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങണ സമയത്ത് അച്ചാറുകളുടെ കളിയായിരുന്നു കേട്ടോ. ക്യാരറ്റ് അച്ചാർ മറ്റേ ആക്കിയിരുന്നു. പിന്നെ മറ്റേ ആകാശവെള്ളരി അച്ചാർ, മീനച്ചാർ, അങ്ങനത്തെ അച്ചാറുകളൊക്കെ ഉണ്ടാക്കിയിരുന്നു കേട്ടോ. ഇപ്പം ഇതാ കുറച്ചായിട്ട് അച്ചാറൊന്നും ഉണ്ടാക്കാറില്ല കേട്ടോ. ഇത് കുറച്ചും കൂടി ബാക്കിയുണ്ട്. ഇത് നമുക്ക് കുറച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ അച്ചാറിൻ്റെ വെള്ളം തിളച്ചിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. തിളക്കട്ടെ ഇനി കേട്ടോ. കുടിക്കേ ചായ വേണ്ടേ? കുടിക്കൂ, എന്നെ കുറച്ച് കുടിക്കടാ. സ്വത്തട്ടിതാ എൻ്റെ തോളിക്ക് ചാടിയിട്ടുണ്ട് കേട്ടോ. ചായ കുടിക്കുന്നില്ലോ തൊട്ടി. അയ്യോ ഇപ്പൊ ചായ എല്ലാം പോകുമ്പോ ഇറങ്ങിക്ക, മെല്ലെ മെല്ലെ ഇറങ്ങ്. ഇങ്ങനെ നിൽക്കാനേ എന്താ ഇപ്പ്? അയ്യോ മെല്ലെ മെല്ലെ മെല്ലെ
ഇപ്പൊ ചായയൊക്കെ ഇപ്പൊ ഇവിടെ ഉറുമ്പ് വരും ഇവിടെ പിന്നെ. അപ്പൊ സ്വത്തൊക്കെ ഇതാ പോയിട്ടുണ്ട് കേട്ടോ. ടി വി വെച്ച് കൊടുക്കാനൊക്കെ പറയും. ഇനി അപ്പം അച്ചാറിൻ്റെ ആ ഒരു മൂക്കിലേക്ക് എടുത്തുട്ടാ, ആ മൂക്ക് വലിക്കണം. ഇനി നമുക്ക് നെല്ലിക്ക ഇട്ട് കൊടുക്കാൻ സമയമായിട്ടുണ്ട് കേട്ടോ. വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് നെല്ലിക്ക ഇട്ട് കൊടുക്കാം. ഞാൻ ആദ്യമായിട്ട് കേട്ടോ നെല്ലിക്ക അച്ചാർ ഉണ്ടാക്കണേ. ഞാൻ മാങ്ങച്ചാർ ഉണ്ടാക്കിയിട്ടുണ്ട്, പിന്നെ ക്യാരറ്റ് അച്ചാർ ഉണ്ടാക്കിയിട്ടുണ്ട്, ആകാശ വെള്ളരി അച്ചാർ ഉണ്ടാക്കിയിട്ടുണ്ട്. അതൊക്കെ നല്ല ടേസ്റ്റൊക്കെ ആയിരുന്നു. ഇനി ഇതെന്താവുമെന്ന് എനിക്കറിയില്ല കേട്ടോ, ഇതെങ്ങനെയാവുമെന്ന് എനിക്കറിയത്തില്ല. നെല്ലിക്ക ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്. നെല്ലിക്ക ഞാൻ വേവിച്ചിട്ടൊന്നുമില്ല കേട്ടോ, വേവിക്കാണ്ട് ഈ വെള്ളത്തിൽ കിടന്നിട്ട് വേവട്ടെ വെച്ചിട്ടാണ്. ഇങ്ങനെയും വെക്കാമല്ലോ അല്ലേ, എനിക്കറിയില്ല കേട്ടോ. പിന്നെ ഞാൻ യൂട്യൂബിലൊന്നും നോക്കിയില്ല. അപ്പോൾ അതൊന്ന് നമ്മൾ കുറച്ച് നേരം ഒന്ന് ആവട്ടെ, ഒന്ന് വേവട്ടെ അല്ലേ. ഏകദേശം ഇവിടെ വറ്റി വന്നിട്ടുണ്ട്, ആവശ്യത്തിന് വെന്തിട്ടുണ്ട് കേട്ടോ. ഈ വെള്ളം ഒന്ന് ഊറ്റിക്കളയാം. എന്നിട്ട് വീണ്ടും കുറച്ച് വെള്ളം വെച്ചിട്ട് ഒന്ന് ഒരു വട്ടം കൂടി അതിൻ്റെ കപ്പൊന്ന് ഊറ്റിക്കളയണം കേട്ടോ. പാത്രങ്ങളൊക്കെ കഴുകാനാണ് കേട്ടോ, വേറെ ഒന്നും വിചാരിക്കരുത്. ഇന്ന് പണികൾ ഞാൻ ആദ്യം കുക്കിംഗ് നടത്താമെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ ഉണ്ടല്ലോ കുക്കിംഗ് നടക്കണില്ല, നേരം വൈകുകയാണ് അങ്കമാടി പോവാൻ. അപ്പം അത് കാരണം നമ്മുടെ കുക്കിംഗ് കഴിഞ്ഞിട്ട് നമുക്ക് കഴുകാമെന്ന് വിചാരിച്ചു. അയ്യോ വെള്ളം എടുത്തില്ലല്ലോ, കുറച്ചുകൂടി വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ. കാണുമ്പോൾ ചിലർക്ക് അയ്യേന്നൊക്കെ തോന്നും, പക്ഷേ മിക്ക വീടുകളിലും ഇതേപോലെയൊക്കെ തന്നെ ആയിരിക്കും അല്ലേ. നമ്മൾ ഈ വീഡിയോ എടുക്കുമ്പോൾ നല്ല ഭംഗിയൊക്കെ ഉണ്ടാവും, പക്ഷേ എല്ലാ വീഡിയോയുടെ പിന്നാമ്പുറത്തും ഒരു ഇങ്ങനത്തെയൊക്കെ ഒരു വശം ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ അവരതേപോലെയൊക്കെ തന്നെയായിരിക്കും. അപ്പോൾ അതാ നമ്മുടെ വെണ്ടയ്ക്ക ഒന്നുകൂടി ഞാൻ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതിൻ്റെ കപ്പ് ഒന്നുകൂടി പോകണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി വെച്ചേക്കാണ്. അച്ചാർ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനി സ്വത്തൊട്ടി എന്നിട്ട് ചെയ്യണമെന്ന് നോക്കാം കേട്ടോ. അടുക്കളോട്ട് കടത്തി വിടാണ്ട് അതേ ഇവിടെ അങ്ങനെ നിൽക്കുന്നുണ്ട് തടസ്സമായിട്ട്. എന്താ ഇവിടെ നിൽക്കണേ? ഇവിടെ എന്താ നിൽക്കണേ? ആരാണ്? എന്താ പേര്? കുട്ടിയുടെ പേരെന്താ? പേര് പറയണില്ലേ? ഗ്ലാസ് പൊട്ടണ്ട. സുത്തപ്പീൻ്റെ പേര് പറഞ്ഞേ. വാച്ച്, സ്പൈഡർമാൻ്റെ വാച്ച്. അപ്പം നമ്മുടെ സാമ്പാർ ആയിട്ടുണ്ട്. ഇനി അത് വറുത്തിടണം. പിന്നെ അത് കടിക്കണം, അച്ചാറിൻ്റെ ആ ഒരു കുത്ത് മൂക്കിലേക്ക് എടുക്കണം. ഇന്നിപ്പോൾ ഇങ്ങനത്തെ വീഡിയോ എന്ന് വെച്ചിട്ട് ആരും ലൈക്ക് ചെയ്യാതൊന്നും ഇരിക്കരുത് കേട്ടോ. ഇങ്ങനെയാണ് ഇവിടുത്തെ ജീവിതം എന്ന് പറയുന്നത്. പിന്നെ ഞാനും സ്വത്തോട്ടിയും ചേട്ടനും മാത്രമുള്ള ഒരു ഫാമിലിയാണ് കേട്ടോ. ഇവിടെ ചേട്ടൻ്റെ അമ്മ എന്ന് പറയുന്നത് വേറെ വീട്ടിലാണ്, തറവാട്ടിലാണ് കേട്ടോ. അപ്പോൾ ഇത് ഞങ്ങളുടെ വീടാണ്. അപ്പോൾ അതാ സ്വത്തൊട്ടി അവിടെയുണ്ട്, ഞാൻ ഇവിടെയുണ്ട്. ചേട്ടൻ പണിക്ക് പോയി. അപ്പോൾ ഇന്ന് ലേറ്റായി എണീറ്റ് കാരണം അയ്യോ പണികളൊക്കെ ഭയങ്കര സ്പീഡ് കുറവായിട്ടാണ് ചെയ്യുക. അപ്പോൾ വീഡിയോ എടുക്കലും പണികളും ഒന്നും നടക്കില്ല. അപ്പോൾ അത് കാരണമാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നത് കേട്ടോ. മറ്റേത് ഞാൻ ക്യാമറ എവിടെയെങ്കിലും വെച്ചിട്ടാണ് ഞാൻ വീഡിയോ എടുക്കാറ്, പക്ഷെ ഇതിങ്ങനെ വന്ന് സംസാരിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ കൈപ്പയ്ക്ക ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഉണ്ടല്ലോ സാമ്പാർ വറുത്തിടാം കേട്ടോ. സാമ്പാർ വറുത്തിടാം. അടുത്ത ഗ്യാസൊക്കെ പോയിരിക്കുകയാണ് കേട്ടോ. ഇതൊരു ദിവസം ചൂടുള്ള സാധനം ചൂടുള്ളതല്ല, ഒരു ചട്ടി ചൂടായപ്പോൾ അങ്ങനെ പൊട്ടിത്തെറിച്ച് പോയതാണ്. പൊട്ടിത്തെറിക്കല്ല, ഇതും ചൂടായി, ഗ്ലാസ് ചൂടായി. ഇത് ചില്ലിൻ്റെ ഗ്ലാസ്സാണ്. അപ്പോൾ അത് കാരണം ഇതൊക്കെ ഇങ്ങനെ പൊടിഞ്ഞ് പോരുന്നുണ്ട്. ഇനി വേറെ അടുപ്പ് മേടിക്കണം. ഇനി സാമ്പാറിൻ്റെ വിസിൽ പോയോ? വിസിൽ കുറച്ചുകൂടി വിസിൽ പോയി. നന്നായിട്ട് വിസിൽ പോയതിന് ശേഷം മാത്രം നമ്മൾ കുക്കർ തുറക്കാം കേട്ടോ. അപ്പോൾ എന്താ ചെയ്യുന്നേ? തുറക്കണില്ലല്ലോ. ഓക്കെ, നമ്മൾ കുക്കറൊക്കെ തുറക്കുമ്പോൾ സൂക്ഷിച്ച് തുറക്കണം കേട്ടോ. ഓരോ സ്ഥലത്തൊക്കെ കണ്ടില്ലേ കുക്കറൊക്കെ പൊട്ടിത്തെറിച്ച്. എനിക്ക് പേടിയൊക്കെ ഉണ്ട്, എന്നാലും നമ്മൾ നോക്കിക്കണ്ട് തന്നെ ചെയ്യുന്ന കേട്ടോ. അപ്പോൾ അതെ നമ്മുടെ സാമ്പാർ ഇത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് വറുത്തിടണം കേട്ടോ. വലിയ കഷ്ണങ്ങളൊന്നും ഇല്ല. ഈ പരിപ്പും എല്ലാം വെന്ത് വന്നിട്ടുണ്ട്. ഇവിടെ ചൂടായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ചൂടാവുന്നുള്ളൂ കേട്ടോ. ഈ എണ്ണയൊക്കെ തിളപ്പിക്കുന്ന സമയത്ത് എനിക്ക് ഭയങ്കര പേടിയാണ് കേട്ടോ.
ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഞാൻ എപ്പോഴും ചെയ്യുക. ഒരു വട്ടോട്ട് ഇതേപോലെ കൂടുതൽ തീയിൽ ഞാൻ വെച്ചിട്ട് ചട്ടിയൊക്കെ കത്തിപ്പിടിക്കുകയൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ്ങൊക്കെ നമുക്ക് ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞ പോലെ പഠിച്ചിട്ടല്ല നമ്മളെല്ലാം എല്ലാ വീട്ടമ്മമാരായാലും പഠിച്ചിട്ടാണ് അവർ ഇത്രയും വലിയ എക്സ്പീരിയൻസ് ആയിട്ടിരിക്കുന്നത് അല്ലേ. ചിലർക്ക് അറിവ് വെച്ചിട്ട് അങ്ങനെ ചെയ്യുന്നവരായിരിക്കും, ചിലവർക്ക് ഈ പറഞ്ഞ പോലെ പഠിച്ചിട്ടാണ് എല്ലാവരും പഠിക്കുക. അതേപോലെ തന്നെയാണ് ഞാനും കേട്ടോ. അപ്പോൾ എനിക്ക് വലിയ എക്സ്പീരിയൻസ് ഒന്നുമില്ല കുക്കിങ്ങിലൊന്നും. അപ്പോൾ നമ്മുടെ കടുക് ഇട്ട് കൊടുക്കാം നമുക്ക് കേട്ടോ. കടുക് കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി വേറെ വറ്റൽ മുളകൊന്നും ഇല്ല, നമുക്ക് കുറച്ച് സാമ്പാർ പൊടി ഇട്ട് കൊടുക്കാം, കുറച്ച് കേട്ടോ. പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സാമ്പാർ പൊടിയൊന്നും ഇല്ലല്ലോ. പണ്ട് മല്ലിപ്പൊടി മുളക് പൊടിയൊക്കെ വറുത്ത് എന്നിട്ട് നമ്മൾ സാമ്പാർ ഉണ്ടാക്കല്ലേ കായപ്പൊടിയൊക്കെ ഇട്ടിട്ട്. ഇപ്പോൾ പിന്നെ അങ്ങനെയൊന്നും ഇല്ലല്ലോ, ഇപ്പോൾ സാമ്പാർ പൊടിയിലാണ് എല്ലാം ഉള്ളത്. അപ്പം നമ്മുടെ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. സാമ്പാർ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്. ഒത്തൊട്ടിയേ നമുക്കത് അടച്ച് വയ്ക്കാം. കുക്കറിൽ വയ്ക്കുമ്പോൾ എപ്പോഴും ഉണ്ടല്ലോ എന്തെങ്കിലും സാധനങ്ങൾ വെച്ച് അടച്ച് വെച്ച് കഴിഞ്ഞിട്ട് തുറക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും ഉണ്ടാവുക കേട്ടോ. അതെനിക്ക് മാത്രം ഫീൽ ആവുമെന്നോ എനിക്കറിയില്ല, എനിക്ക് അങ്ങനെയാണ് അനുഭവപ്പെടാറ്. അപ്പോൾ നമ്മുടെ കയ്പ്പയ്ക്ക് ഇതാ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ അതേപോലെ അച്ചാറും ഇവിടെ റെഡി ആയിക്കുന്നുണ്ട് കേട്ടോ. ഇനി സ്വത്തൊട്ടിക്ക് ഒരു കഞ്ഞി വയ്ക്കലുണ്ട്, അതൊന്ന് വെക്കാൻ നോക്കട്ടെ. ഇനി അടുത്ത പരിപാടി അതാണ്. സ്വത്തൊട്ടിക്ക് കഞ്ഞി, പൊടിയരിക്കഞ്ഞിയാണ് കൊടുക്കുന്നത് കേട്ടോ. മറ്റേ വെള്ളരിയാണ് പിന്നെ അവിടെ ഉള്ളത്, റേഷൻ കടയിലത്തെ വെള്ളരി. അത് കഴിച്ചിട്ട് വലിയ ഗുണമൊന്നുമില്ലല്ലോ. അപ്പോൾ ഇപ്പോൾ സ്വത്തൊട്ടിക്ക് പൊടിയരിയാണ് കൊടുക്കുന്നത് കേട്ടോ. കുറച്ച് വയ്ക്കാൻ നല്ലോണം കൂടിപ്പോണ്ട, കുറച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ അച്ചാറും കുറച്ച് വെച്ചിട്ടുണ്ട്. മെല്ലെ ആയാൽ മതി. ഇപ്പോൾ സമയം 8 മണി ആവണേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അത് കാരണം മെല്ലെ ആയാൽ മതി. ചോറിൽ വെള്ളം കുറവാണ് കേട്ടോ. ചോറ് വേവായിരിക്കണേൽ അപ്പോൾ അതിൽ കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് കൊടുക്കുക, അല്ലെങ്കിൽ അടിയിൽ പിടിച്ചിട്ട് കരിഞ്ഞു പോകും. അപ്പോൾ ഇത്തിരി വെള്ളം ഒഴിച്ച് കൊടുക്കാം. വെടി വയ്ക്കുകയാണ് എന്നെ. സ്വത്ത് നോക്കട്ടെ, വന്നേ സ്വത്തിട്ട് വെടി വയ്ക്കുകയാണ് കേട്ടോ എന്നെ. ഓക്കെ, വെള്ളം ഒഴിച്ച് കൊടുത്തു കേട്ടോ. ഇവിടെ സ്വത്തൊട്ടിയുടെ പൊടിയരിയൊക്കെ കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് തിളപ്പിക്കാൻ വെക്കാം കേട്ടോ. ചൂടാക്കാം, വറ്റിച്ചെടുക്കാം. മതി കേട്ടോ കയ്പ്പയ്ക്ക്. അത് നമുക്ക് ഓഫ് ചെയ്യാം. ഇവിടെ പാത്രങ്ങളൊക്കെ കുറവാണ്, പാത്രങ്ങളൊക്കെ മേടിക്കണം. നല്ല നല്ല പാത്രങ്ങളൊന്നുമില്ല, ചെറിയ കുഞ്ഞു പാത്രങ്ങളാട്ടോ. നമ്മുടെ നെല്ലിക്ക ആയി വരുന്നുണ്ട്, കുറച്ചും കൂടി ഒന്ന് ആവട്ടെ. ഒന്നും അടഞ്ഞാലും കുഴപ്പമൊന്നുമില്ല, ടേസ്റ്റ് ഉണ്ടാവുമല്ലോ. നമുക്ക് വിനാഗിരിയൊക്കെ ഒഴിച്ച കാരണം പെട്ടെന്ന് കേട് വരില്ല. പിന്നെ കുറേശ്ശെ ഉണ്ടാക്കി വയ്ക്കുവാണെങ്കിൽ അതും നല്ലതാണ്, പെട്ടെന്ന് എല്ലാം കൂടി കേട് വരില്ലല്ലോ. പിന്നെ കയ്യിലൊന്നും ഇട്ട് വെക്കാതിരുന്നാൽ മതി. നമ്മൾ അച്ചാർ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുള്ള ആ കുപ്പിയിൽ, അച്ചാർ ഒഴിച്ച് വയ്ക്കണ കുപ്പിയിൽ, അതിൽ കയ്യിലൊന്നും ഇട്ട് വെക്കാതിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അച്ചാർ കേട് വരുന്നില്ല കേട്ടോ. അപ്പോൾ അച്ചാർ ഇതാ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ. പരിപാടി കയ്പ്പയ്ക്ക് ഉപ്പേരി വെക്കുക എന്നാണ് കേട്ടോ. അപ്പം നമുക്ക് ചട്ടിയൊക്കെ എടുത്തിട്ടുണ്ട്. അയ്യോ, തീ കത്തിച്ച് നമുക്ക് വെക്കാം. അതൊക്കെ നല്ല മഴയായിരുന്നു ഉണ്ടായിരുന്നത്, നല്ല കാറ്റൊക്കെ വീശിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നിങ്ങളുടെ അവിടേക്ക് ഇങ്ങനെ മഴയുണ്ടോ? പിന്നെ മറ്റേ അർജുൻ ചേട്ടൻ്റെ കാര്യം ആലോചിക്കുമ്പോൾ ഭയങ്കര സങ്കടം ഉണ്ടല്ലേ. നമ്മൾ സിനിമയിലൊക്കെ കാണുമ്പോൾ ഒറ്റ നിമിഷം കൊണ്ടും അല്ലെങ്കിൽ 2 ദിവസം കൊണ്ടും രക്ഷപ്പെടുന്നതൊക്കെ ആയിട്ട് നമ്മൾ കാണുന്നുണ്ട്. ശരിക്കുള്ള ജീവിതത്തിൽ എന്താ ഇങ്ങനെ നടക്കാത്തല്ലേ? ഒക്കെ ഒരു ക്രിയേഷനാണ്, എല്ലാം ക്രിയേറ്റിവിറ്റി എന്ന് പറയില്ല, അതാണ് ഈ സിനിമ എന്നൊക്കെ പറയണത്. പിന്നെ ജീവിതം എന്ന് പറയുമ്പോൾ വളരെയധികം ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഭയങ്കര സങ്കടമുണ്ട് കേട്ടോ. എൻ്റെ ചേട്ടൻ്റെയൊക്കെ പ്രായമുള്ളൂ, സങ്കടം തോന്നി. ഒരു ഉണ്ണിവാവി ഉണ്ട്, പിന്നെ ചേച്ചിയുടെ കാര്യം ആലോചിക്കുമ്പോൾ ഭയങ്കര സങ്കടമുണ്ട് കേട്ടോ. ആരവിടെ പാട്ട് പാടുന്നത്? പാട്ട് പാടിയേ എന്താ ഇവിടെ? നല്ല കുട്ടിട്ടാ. ചായ ഒഴിച്ചോ അമ്മ? നമ്മുടെ ചട്ടി ഇവിടെ ചൂടായിട്ടുണ്ട്, എണ്ണ ഒഴിച്ച് കൊടുക്കുക. അർജുൻ ചേട്ടൻ്റെ കാര്യം ആലോചിക്കുമ്പോൾ ഭയങ്കര സങ്കടമുണ്ട്. ഇത്ര വലിയ സംവിധാനങ്ങളും ഇത്ര നല്ല ഡെവലപ്മെൻറ്റും ഉള്ളൊരു കേരളത്തിൽ അല്ലെങ്കിൽ ഒരു ഇന്ത്യയിൽ നമ്മൾക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വരുമ്പോഴേ എന്താ അല്ലേ, ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര അധികം സങ്കടം തോന്നിയിട്ടാ. ഇന്നലെയൊക്കെ കുറേ നേരം ഇരുന്ന് കാണുമായിരുന്നു, ലൈവ് ഇരുന്ന് കാണുമായിരുന്നു, എങ്ങനെയും രക്ഷപ്പെടുമോ കാണുമോ
അതായത് ഓരോ ട്രെക്കിങ്ങും കാര്യങ്ങളൊക്കെ കണ്ടു എന്ന് പറഞ്ഞിട്ട് ന്യൂസ് വരുന്നുണ്ടല്ലോ. അപ്പം ഇങ്ങനെ കാണുമെന്നൊക്കെ നോക്കിയിട്ട് ഭയങ്കര അതിങ്ങനെ നോക്കിയിരിക്കലായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഇതുവരെയായിട്ട് കണ്ടെത്തിയിട്ടില്ല. ലോറിയുടെ പീസുകൾ കണ്ടു, അത് കണ്ടു, ഇത് കണ്ടു പറയാന്നല്ലാണ്ട് ആളെ ഇതുവരെ കിട്ടിയിട്ടില്ല. ഭയങ്കര സങ്കടം തോന്നുന്നു അല്ലേ. ഈ ഹോളിവുഡ് ബോളിവുഡ് ഇംഗ്ലീഷ് പടത്തിലൊക്കെ ഈ പറഞ്ഞ പോലെ വളരെ പെട്ടെന്ന് ചില ആൾക്കാർ സ്വത്തട്ടിതാ ഫ്രിഡ്ജിൽ വെള്ളം കൊണ്ടുവയ്ക്കാൻ പോയിട്ടുണ്ട്. വെള്ളം കഴിഞ്ഞു അല്ലേ. ഫ്രിഡ്ജ് നമ്മൾ തുറക്കാൻ പാടില്ല. നമ്മുടെ ഉള്ളിയൊക്കെ നാവട്ടെ കേട്ടോ. നമ്മുടെ ഉള്ളിയൊക്കെ ഇത് ആവണുള്ളൂ കേട്ടോ. ഉള്ളിയൊക്കെ ആയിട്ട് നമുക്ക് നമ്മുടെ ഉള്ളിയിലേക്ക് ആവശ്യത്തിന് കുറച്ച് മഞ്ഞൾപ്പൊടി അതുപോലെ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കാം കേട്ടോ. ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്, മുളക് പൊടി എടുത്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ആക്കാം കേട്ടോ. എല്ലാവർക്കും കയ്പ്പയ്ക്ക ഉപ്പേരി ഇഷ്ടാവൊന്നുമില്ല അല്ലേ. എനിക്ക് ആദ്യമൊന്നും ഇഷ്ടമല്ലായിരുന്നു, പക്ഷേ ഇപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നമ്മൾ കയ്പ്പില്ലാണ്ട് കുറച്ച് കയ്പ്പോട് കൂടി കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ടേസ്റ്റൊക്കെയാണ് കേട്ടോ. എനിക്കത് കാരണം ഇപ്പം ഇഷ്ടമാണ് കേട്ടോ. ആദ്യം കഴിക്കാത്തതൊക്കെ ഞാൻ ഇപ്പം കഴിച്ച് തുടങ്ങുന്നുണ്ട്. ഈ ഡെലിവറിക്ക് ശേഷമാണ് കേട്ടോ എനിക്ക് ആ ഒരു മാറ്റം. അപ്പം നമ്മുടെ മസാലയൊക്കെ ഒന്ന് നന്നായിട്ട് പിടിക്കട്ടെ ഇതിന്. നമ്മുടെ കയ്പ്പയ്ക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ കുഞ്ഞു കുഞ്ഞു പീസായിട്ടാണ് അരിയാറ്. പക്ഷേ ഇതിപ്പോൾ ആദ്യമായിട്ടാണ് ഇത്ര വലിയ പീസായിട്ട് അരിഞ്ഞത് കേട്ടോ. ഞാൻ എവിടെയോ ഏതോ ഒരു വീട്ടിൽ പോയിട്ടൊക്കെ ഇതേപോലെ കഴിച്ചപ്പോൾ ഇതേപോലെ കണ്ടിട്ടുണ്ട്. അത് കാരണം ഇത്രയും വലിയ പീസാക്കിയിട്ട് ഞാൻ അരിഞ്ഞത് കേട്ടോ. അല്ലെങ്കിൽ ഞാൻ കുഞ്ഞു കുഞ്ഞേ പീസായിട്ടാണ് ചെയ്യാറ്. ഇതിപ്പോൾ ഇങ്ങനെ ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് സ്വത്തുട്ടിക്കും കൊടുത്ത് വിടണം എന്നൊക്കെ ഉണ്ട് കേട്ടോ. കയ്പ്പയ്ക്ക കൊണ്ടാട്ടൊക്കെ അവൻ കഴിക്കും കേട്ടോ. ചെറുപ്പത്തിലൊക്കെ നന്നായിട്ട് കഴിച്ചായിരുന്നു. ഈ കക്കിനേപ്പിൻ്റെ ഇലയൊക്കെ ഇവൻ ചെറുപ്പത്തിൽ കഴിച്ചായിരുന്നു കേട്ടോ. പിന്നെ അതുപോലെ കയ്പ്പയ്ക്ക കൊണ്ടാട്ടം, കയ്പ്പയ്ക്ക ഉണക്കായിട്ടിട്ടുണ്ടെങ്കിൽ അതൊക്കെ കഴിക്കായിരുന്നു. ഇപ്പോൾ ഇത് കൂട്ടുമെന്ന് എനിക്കറിയില്ല. പിന്നെ കുറച്ച് വേപ്പെല്ലാം ഉണ്ടാവുള്ളൂ. പിന്നെ കുറച്ച് എരിവ് ഇട്ടിട്ടുണ്ട്. അത് കാരണം ഇനി കഴിക്കുമെന്തോന്ന് അറിയില്ല. കൊടുത്ത് വിട്ട് നോക്കി വെക്കാം. അപ്പം അങ്ങനെ നമ്മുടെ ഉപ്പേരിയും ആവാറായിട്ടുണ്ട്. അച്ചാറ് നമ്മുടെ ഇത്ര മതി. ചാറ് പിന്നെ നമുക്ക് ആവശ്യമായിട്ട് വരുമല്ലോ. അപ്പോൾ ഇത്ര മതി. നമുക്ക് ഓഫ് ചെയ്ത് വയ്ക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ അച്ചാറ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് അച്ചാറിനെ ഇങ്ങോട്ട് മാറ്റി വയ്ക്കാം. ചൂടാറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു പാത്രത്തിലാക്കിയിട്ട് വയ്ക്കാം. കയ്യിലൊക്കെ ഇതൊന്ന് മാറ്റി വയ്ക്കാം കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ അങ്ങനെ അച്ചാറായി. ഞാൻ അടച്ച് വയ്ക്കാം. നമുക്ക് ഉപ്പേരി ഇതാ എണ്ണയിൽ കടന്നിട്ട് ഒന്ന് ചെറുതായിട്ടൊക്കെ നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് മുറുകണം കേട്ടോ. എനിക്ക് അതാണ് ഇഷ്ടം. ഇങ്ങനെ പച്ചയോട് കൂടിയിട്ട് ഇങ്ങനെ കളിക്കണം എനിക്കിഷ്ടമല്ല. കുറച്ചും കൂടി എണ്ണയിലൊക്കെ കടന്ന് ആ ഉള്ളിയുടെ കൂടെ കടന്ന് ഒന്നൊരു ലെവലാവണം. അതെങ്ങനെ പറയാതെ എനിക്കറിയില്ല. കുറച്ചും കൂടി ഞാൻ എണ്ണയിലിട്ടിട്ട് ഇതേപോലെ ലോ ഫ്ലെയിമിലാക്കി വെക്കും കേട്ടോ. അതിന് ശേഷം മാത്രമേ ഞാനിത് കഴിക്കുള്ളൂ. അല്ലാണ്ട് വെറുതെ ഇത് കയ്പ്പയ്ക്ക ഉപ്പേരി കഴിക്കില്ല. വെക്കണ പോലെ വെച്ചാലേ ഞാൻ കഴിക്കുള്ളൂ കേട്ടോ. അങ്ങനെ നമ്മുടെ കയ്പ്പയ്ക്ക ഉപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാനിതിൻ്റെ ഇടയിൽ കുറച്ചും കൂടി എണ്ണ ഒഴിച്ചു കൊടുത്തു.
എന്നിട്ട് ഒന്നുകൂടി എണ്ണയിലിട്ട് മൂപ്പിച്ചെടുക്കും കേട്ടോ. അങ്ങനെ ചെയ്യാം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു ഉപ്പേരി. കഞ്ഞിയും കൂട്ടി കുടിക്കാൻ നല്ല അടിപൊളിയായിരിക്കും. പിന്നെ മോരിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ അടിപൊളിയായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ കയ്പ്പയ്ക്കുപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് തീ ഓഫ് ചെയ്യാം. അപ്പം അങ്ങനെ അതും കഴിഞ്ഞു. നമുക്ക് അടച്ച് വയ്ക്കാം. ഇല്ലാന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമൊന്നുമില്ല, പാത്രങ്ങളില്ല. പിന്നെ നമ്മൾ 2 പേരല്ലേ ഉള്ളൂ. അത് കാരണമാണ് ഞങ്ങൾ പിന്നെ അതിന് വേണ്ടിയിട്ട് പൈസ ചിലവാക്കാത്ത കേട്ടോ. കുറേ പാത്രങ്ങൾ മേടിച്ച് കൂട്ടിയിട്ട് എന്തിനാണ് നമുക്ക് യൂസ് ചെയ്യാനുള്ളതൊക്കെ, നമുക്ക് ജീവിച്ചു പോകാനുള്ള പാത്രങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ ഈ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ നല്ല പാത്രങ്ങളൊക്കെ വേണമല്ലോ. പിന്നെ നമ്മുടെ ജീവിതമാണ് നമ്മൾ കാണിക്കുന്നത്, അത്രയേ ഉള്ളൂ. മേടിക്കണം, അത് മെല്ലെ കണ്ട് മേടിക്കുള്ളൂ കേട്ടോ. ഇഷ്ടം പോലെ പാത്രങ്ങൾ കഴുകാണ്ട്, ഇനി പാത്രങ്ങൾ കഴുകാനാണ് അടുത്ത പരിപാടി കേട്ടോ. യുടെ കഞ്ഞിമാമ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം അതും റെഡിയാക്കി വെച്ചു. ചോറ് വാർത്തിട്ട് സ്വന്തം കൊടുക്കാം കേട്ടോ. അച്ഛക്ക് വരില്ല, എനിക്ക് വൈകുന്നേരത്തല്ലേ വരിക. എൻ്റെ സ്വത്താപ്പിയാണ്. അപ്പം നമ്മുടെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി സ്വത്തൊട്ടിക്ക് മാമു കൊടുത്ത്, സ്വത്ത് മാമു തന്നെയാണ് അത് കുളിക്കുക ചെയ്യണം. ആദ്യം കുളിക്കാം അല്ലേ? മാമുണ്ട് കുളിച്ച് ഞങ്ങൾ അംഗൻവാടി പോകും. അപ്പം സ്വത്തൊട്ടി ഇങ്ങനെ കഴിയും. സ്റ്റാർട്ടിങ് മാത്രമേ കരച്ചിലുണ്ടാവുള്ളൂ. പിന്നെ അത് കഴിഞ്ഞ് സ്വത്തൊട്ടി നല്ല കുട്ടിയാണ്. പിന്നെ സ്വത്തൊട്ടി അംഗൻവാടി ചെന്ന് കഴിഞ്ഞാൽ അമ്മയുടെ അടുത്ത് പൊക്കമ്മ എന്ന് പറയും ഇല്ലേ? പറയൂ. സ്വത്ത് കരയില്ല, സ്വത്ത് കരയില്ല എന്ന് പറയും. അപ്പൊ ഞങ്ങള് സ്വത്തൊട്ടിക്ക് മാമു ചൂടാറാൻ വെക്കട്ടെ. കടത്തുടിയോ? അങ്ങനെ ആക്കിയിട്ടല്ലേ. അപ്പം ഞങ്ങൾ സ്വത്തൊട്ടിക്ക് കുറച്ച് ചോറ് വിളമ്പിക്കട്ടെ ചൂടാറാൻ വേണ്ടിയിട്ട്. നേരെ കുറച്ച് കഴിയുമ്പോഴേക്കും ചൂടാറി സ്വത്തൊട്ടിക്ക് കൊടുക്കാൻ പറ്റും അല്ലേ സ്വത്തൊട്ടി? ഓക്കെ. എനിക്കും കഴിക്കാൻ വേണ്ടിയിട്ട് കഞ്ഞി വിളമ്പി വെച്ചിട്ടുണ്ട്. ഇനി ചൂടാറിയിട്ട് കഞ്ഞി കഴിക്കണം. അതൊക്കെ മുന്നേ സ്വത്തൊട്ടിനെ കഴിക്കാൻ പറ്റിങ്ങ കുളിപ്പിക്കണം കേട്ടോ. അപ്പോൾ കുളിച്ച് കഴിഞ്ഞിട്ടാണ് ഭക്ഷണം കഴിക്കുക. പക്ഷേ ഇവിടെ നേരെ തിരിച്ചാണ് കേട്ടോ. ചില ദിവസങ്ങൾ കുളിക്കും ചോറുണ്ണും, പക്ഷെ ചില ദിവസങ്ങൾ ചോറുണ്ണും കുളിക്കും, അങ്ങനെയാണ്. അപ്പോൾ എന്തായാലും നമുക്കിപ്പോൾ 9 മണി ആയിട്ടുണ്ട്. ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ റെഡി ആയിട്ട് കാണാം കേട്ടോ. സ്വത്തൊട്ടിക്ക് അംഗൻവാടിക്ക് കൊണ്ടുപോകാനുള്ള സാധനങ്ങൾ പാക്ക് ചെയ്യാണ് കേട്ടോ.
വേറൊന്നുമില്ല, ഇതേ കൈപ്പക്ക് പേര് കുറച്ചാക്കിയിട്ടുണ്ട്, കഴിക്കുന്നൊന്നും അറിയില്ല, കുറച്ചാക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതേ നമ്മളെ കൊള്ളി വത്തളും ഉണക്കമുന്തിരി ഒരു 4 എണ്ണം, പിന്നെ ഒരു ഈന്തപ്പഴം ഒന്ന് പീസാക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. അത്ര മാത്രമേ ഉള്ളൂ കേട്ടോ. സ്വത്തൊട്ടി ഇത് അടയ്ക്കുന്ന തിരക്കിലാണ് കേട്ടോ. കഞ്ഞി അവിടെ ചൂടാറിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഞാൻ സ്വത്തൊട്ടിയും കൂടി കഞ്ഞി കുടിക്കട്ടെ കേട്ടാ. സ്വത്തൊട്ടി കഞ്ഞി കുടിക്കാം. അമ്മ അടിച്ചു തരില്ലേ സ്വത്തൊട്ടി? സ്വത്തൊട്ടി എന്തിനാണ് അടിക്കുന്നത്? അമ്മ അടിച്ചു തരില്ലേ? സിമ്പിളായിട്ട് അടിക്കൂടെ? ഇത്രേ ഉള്ളൂ. സ്വത്തൊട്ടി വെള്ളം കുപ്പി അടങ്ങി. വെള്ളം കുപ്പിയോ? വെള്ളം കുപ്പിയുടെ വെച്ചു വെച്ചോ. ഇവിടെ അടപ്പെടുത്തിട്ട് സ്വത്തൊട്ടി വരുന്നുണ്ട് കേട്ടാ. സ്വത്തൊട്ടി ഇതാ കുപ്പി, ഇതാ ഇതല്ല കുപ്പി നമ്മൾ കൊണ്ടുപോകണ്. സ്വത്തൊട്ടിക്ക് വാട്ടർ ബോട്ടിലൊക്കെ മേടിച്ചതാണ് കേട്ടോ. പക്ഷേ ഈ സംഭവം ഉണ്ടല്ലോ, ഇവിടുത്തെ വള്ളി നമ്മൾ പൊട്ടിച്ച് കളഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പൊട്ടിച്ച് കളഞ്ഞപ്പോൾ ഈ സാധനത്തു നിന്ന് വെള്ളം ലീക്കായിട്ട് വരിക. അപ്പം അത് കാരണം വാട്ടർ ബോട്ടിൽ സ്വത്തൊട്ടിക്ക് ഇനി വേറെ മേടിക്കണം. പൊട്ടിപ്പോയില്ല കുട്ടിയുടെ, വേറെ മേടിക്കണം കേട്ടോ. അപ്പോൾ തൽക്കാലം സ്വത്ത് പറഞ്ഞില്ലല്ലോ, സ്വത്ത് പറഞ്ഞിട്ടല്ലേ അമ്മ അത് പൊട്ടിച്ചേ. സ്വത്ത് പറഞ്ഞിട്ടല്ലേ അമ്മ പൊട്ടിച്ചേ. ഇനി പൊട്ടിക്കില്ല. ഇനി അമ്മയ്ക്ക് മനസ്സിലായി അത് പൊട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ലീക്കാവുമെന്ന് മനസ്സിലായിട്ടാ. ഇനി പൊട്ടിക്കില്ല. അപ്പോൾ ഇപ്പോൾ സ്വത്തൊട്ടി തൽക്കാലം ഈ ഒരു മാംഗോയുടെ ബോട്ടിലാണ്, മാംഗോ ജ്യൂസിൻ്റെ ബോട്ടിലാണ് വെള്ളം കൊണ്ടുപോകുന്നത്. ആ കുപ്പി കൊണ്ടുപോയാൽ മതിയാ? അതിൽ വെള്ളം മതിയാ? ശരി. സ്വത്തൊട്ടിക്ക് ഇതാ വേറൊരു കുപ്പി മേടിച്ചായിരുന്നു കേട്ടോ. അതിൻ്റെ അടപ്പാണെങ്കിലും പൊട്ടി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്വത്തൊട്ടി പറഞ്ഞ് ഇപ്പം ഇത് കൊണ്ടുപോകാനാണ് കേട്ടോ. അപ്പോൾ തൽക്കാലം ഇപ്പോൾ സ്വത്തൊട്ടിക്ക് ഇത് കൊടുത്ത് വിടാം. സ്വത്തൊട്ടി അത് പറ്റുമോ നിനക്ക്? അത് കൊണ്ടുപോകാൻ പറ്റുമോ? എങ്ങനെ കുടിക്കാതെ തുറന്നിട്ട് വേണം കേട്ടോ കുടിക്കാൻ കേട്ടോ. ശരിയാ? ആ ഇനി പൊട്ടിക്കരുത് കേട്ടാ. പിന്നെ ഇനി പൊട്ടിക്കരുത് കേട്ടാ. ഓക്കെ. ഞങ്ങളുടെ രാവിലത്തെ തിരക്കുകളൊക്കെ അത്യാവശ്യം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒന്ന് ഫ്രഷ് ആയിട്ട് ഫുഡ് കഴിക്കണം. അപ്പം നമുക്ക് പാല് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് നമ്മൾ രാവിലെ എടുക്കില്ല, വൈകുന്നേരം സ്വത്തൊട്ടി വന്നിട്ട് സ്വത്തൊട്ടി കൊടുക്കുള്ളൂ കേട്ടോ. സ്വത്തൊട്ടിക്ക് ഭയങ്കര കുറുകലാണ് കേട്ടോ. അപ്പോൾ അത് കാരണം രാവിലെ കൊടുക്കണില്ല എന്ന് വെച്ചിട്ടാണ്. അപ്പോൾ അംഗൻവാടി വിട്ട് വന്നിട്ട് നമ്മൾ ചെറിയൊരു ഗ്ലാസ് കൊടുക്കും, അത്രയേ ഉള്ളൂ. ആ കുറുകലൊന്നും മാറട്ടെ എന്ന് വെച്ചിട്ടാണ്. 2 നേരം പാല് കൊടുക്കുമ്പോൾ പറ്റണില്ല. സ്വത്തൊട്ടിക്ക് ഉറങ്ങുമ്പോഴൊക്കെ ഒരു ജാതി കുറുകലാണ് ഇവിടെ. അപ്പോൾ അത് കാരണം ഒരു നേരം കൊടുക്കുന്നുള്ളൂ, കുറച്ചേ കൊടുക്കുന്നുള്ളൂ കേട്ടോ. ഇനി എന്തായാലും ഞങ്ങൾ ഫുഡ് കഴിക്കട്ടെ. ഫുഡ് കഴിച്ചിട്ട് ഇനി കുളിക്കൽ നടക്കുള്ളൂ. അപ്പോൾ ഇനി ഫുഡ് കഴിക്കട്ടെ. ഇപ്പോൾ സമയം 9:15 കഴിഞ്ഞിട്ട് കേട്ടോ. അപ്പോൾ ശരി, ഫുഡ് കഴിച്ചിട്ട് കുളിച്ചിട്ട് വരാം. അപ്പം ഞങ്ങളിതാ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ കുളിച്ചിട്ടില്ല, സ്വത്തൊട്ടീനെ കുളിച്ചു. എനിക്ക് കുളിക്കാൻ നേരം വൈകി കേട്ടോ. ഞാൻ വന്നിട്ട് കുളിക്കാച്ചിട്ടാണ്. പിന്നെ സ്വത്തൊട്ടീനെ കുളിപ്പിച്ച് സുന്ദര കുട്ടപ്പനായിട്ടുണ്ട്. സ്വത്ത് വേഗം തൂക്കി അങ്കൻവാടി പോവാണ് അല്ലേ അല്ലേ? അപ്പം എല്ലാവർക്കും ടാറ്റ കൊടുത്തേ, ബൈ പറഞ്ഞേ. അത് ജീരകം തിന്നാണ് കേട്ടോ. ഇനി സ്വത്തൊട്ടീനെ അങ്കൻവാടിയിലാക്കട്ടെ. നടക്കടാ നടക്കടാ. അപ്പം ഞാനിത് വീട്ടിലെത്തി. സ്വത്തൊട്ടി കുഴപ്പമൊന്നുമില്ല, അംഗൻവാടിയിൽ നല്ല കുട്ടിയായിട്ട് കളിക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്കിതേ ഒരു അർജൻറ്റ് വർക്ക് വന്നിട്ടുണ്ട്. ഞാൻ വർക്ക് ചെയ്യാൻ വേണ്ടി ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ മോർണിംഗ് വ്ളോഗ് ഇത്രയൊക്കെ തന്നെയുള്ളൂ. അപ്പോൾ ഇനി ബാക്കി പരിപാടികളൊക്കെ ചെറിയ ചെറിയ പണികളും കാര്യങ്ങളൊക്കെയാണ്. അത് ഒരു ഈവനിങ് ആകുമ്പോഴാണ് നമ്മൾ ചെയ്യുക. അപ്പോൾ ഞാനിനി വർക്ക് ചെയ്യാനിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ പുതുതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ഒരു കുഞ്ഞു ഫാമിലിയാണ് കേട്ടോ, വളർന്നു വരുന്ന ഒരു ഫാമിലിയാണ്. അപ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുക. പിന്നെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് കമൻറ്റ് രൂപത്തിൽ നമ്മൾ അറിയിക്കണമെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നാളെ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെയ്ക്കും എല്ലാവർക്കും